കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. സിറ്റിംഗ് എം പി ശശി തരൂർ കഴിഞ്ഞ 3 തവണയായി തിരുവനന്തപുരത്തിന്റെ എം പിയാണ്. എന്ന് വച്ചാൽ നീണ്ട 15 വർഷം. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് എത്തിയത് BJP-യാണ്. BJP-യുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹം അടുത്ത കാലത്താണ് BJP-യിൽ ചേർന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നു. BJP-യുടെ A ക്ലാസ് മണ്ഡലത്തിലാണ് ഇറക്കുമതി സ്ഥാനാർത്ഥി വരുന്നത്. ഒരു BJP നേതാവിനും ആ മണ്ഡലം കൊടുക്കാതെ രാജീവ് ചന്ദ്രശേഖർ അത് സ്വന്തമാക്കുകയാണ് ചെയ്തത്. അത് എങ്ങനെ, എന്തിന് എന്ന ചോദ്യം BJP പ്രവർത്തകരിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. 3-ാം സ്ഥാനത്ത് എത്തിയത് LDF ആണ്. ഇത്തവണ മത്സരിക്കുന്നത് പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യൻ രവീന്ദ്രൻ നേരത്തെ തിരുവനന്തപുരം MP ആയിരുന്നു 4 വർഷം. ആ 4 വർഷം അദ്ദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന വൻകിട പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് വലിയ പ്രചാരണം LDF ആദ്യം മുതൽ തന്നെ ആരംഭിച്ചത്. നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ LDF-ന് കഴിഞ്ഞത് വലിയ നേട്ടമുണ്ടാക്കിയിരുന്നു പ്രചരണ രംഗത്ത്. അതോടൊപ്പം LDF ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ശശി തരൂരിനോടായിരുന്നു. കഴിഞ്ഞ 15 വർഷം MP ആയി ഇരുന്നിട്ട് തിരുവനന്തപുരത്ത് തൊട്ട് കാണിക്കാൻ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയുണ്ടോ, ഏതെങ്കിലും ഒരു വികസന പദ്ധതി ശശി തരൂർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നത്. അദ്ദേഹം ആദ്യമൊന്നും അതിന് കൃത്യമായ മറുപടി പറയാൻ തയ്യാറായില്ല. അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പിന്നീട് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഈ മുദ്രാവാക്യം ഉയരുകയും ചുവരെഴുത്തുകൾ നിറയുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം ഒരു വികസന രേഖ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു. ആ വികസന രേഖ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. ആ വെബ്സൈറ്റിൽ പ്രധാനപ്പെട്ട 4 മൈൽ സ്റ്റോൺ പദ്ധതികളായി, 4 മൈൽ സ്റ്റോൺ ഇടപെടലുകളായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പദ്ധതികളുണ്ട്. അതിലൊന്ന് നാഷണൽ ഹൈവേ വികസനമാണ്, ദേശീയപാത വികസനമാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ബൈപ്പാസ് വികസനമാണ്. മറ്റൊന്ന് വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ചാണ്. വിഴിഞ്ഞം തുറമുഖം അദ്ദേഹം കൊണ്ടുവന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന് റെയിൽവേ മേഖലയിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലം തിരുവനന്തപുരത്തിന് ഉണ്ടായ നേട്ടങ്ങളാണ്. മറ്റൊന്ന് എയർപോർട്ട്, തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനമാണ്. മറ്റൊന്ന് COVID-19 കാലത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണ്. എന്താണ് അദ്ദേഹം കോവിഡ് കാലത്ത് ഇടപെട്ടത് എന്ന് തിരുവനന്തപുരത്തെ ആർക്കെങ്കിലും അറിയുമോ എന്നറിയില്ല. സ്വാഭാവികമായും ജനങ്ങളോട് അടുത്ത ദിവസങ്ങളിൽ ചോദിക്കുമ്പോൾ അതിന് മറുപടി കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ദേശീയപാത വികസനമാണ്. ദേശീയപാത വികസനം ഇവിടെ തുടക്കം കുറിച്ചത്, അതല്ലെങ്കിൽ ബൈപ്പാസിന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ മുന്നോട്ട് നീങ്ങിയത് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ്. അതിനു മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ MP ആയിരുന്നു. അന്ന് ദേശീയപാത ഉദ്യോഗസ്ഥർ ഓഫീസ് പൂട്ടി സ്ഥലം വിട്ട സംഭവമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അത് പൂർത്തിയായത്, അല്ലെങ്കിൽ അതിൽ ഇടപെടൽ നടത്തിയത് 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരാണ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ LDF സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒരു ഇടപെടലിലൂടെ വന്ന ആ പദ്ധതി, കേന്ദ്ര സർക്കാർ അതിൽ സംഭാവന നൽകിയിട്ടുണ്ട്. നിതിൻ ഗഡ്കരി നന്നായി സംസ്ഥാന സർക്കാരിനോടൊപ്പം അതിൽ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ തൻ്റെ നേട്ടമാണ് എന്നാണ് ശശി തരൂർ പറയുന്നത്. തിരുവനന്തപുരത്തെ ജനങ്ങൾ അത് കേട്ട് ചിരിക്കുന്നുണ്ടാകും എന്ന കാര്യം സംശയമേ ഇല്ല. മറ്റൊന്ന് വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖം ആ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ, അതല്ലെങ്കിൽ ആ സമയത്ത് എന്ത് ഇടപെടലാണ് അദ്ദേഹം നടത്തിയത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതിൽ എന്ത് സംഭാവനയാണ് അദ്ദേഹം നടത്തിയത് എന്ന് ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് വിഴിഞ്ഞത്തെ ജനങ്ങളോട് ചോദിച്ചാൽ ആ ജനങ്ങൾ പറയും. അതും നാളെ ജനങ്ങൾ പറയാതിരിക്കില്ല, വരട്ടെ. അതിനുശേഷം റെയിൽവേ വികസനമാണ് അതീവ രസകരം. അദ്ദേഹം പുറത്തിറക്കിയ ഈ വികസന രേഖയുടെ മലയാളം പരിഭാഷ വന്നിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച എല്ലാ ട്രെയിനുകളും, പുതിയ ട്രെയിനുകൾ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുകയും പുറപ്പെടുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ ട്രെയിനുകളുടെയും കുത്തക ഏറ്റെടുത്തിരിക്കുന്നത് ശശി തരൂരാണ്. 8 കാലി മമ്മൂഞ്ഞിനോട് അദ്ദേഹത്തെ ഉപമിക്കാൻ ഞാൻ തൽക്കാലം തയ്യാറാകുന്നില്ല. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ പദ്ധതിയായി അദ്ദേഹം തന്നെ പറയുന്നത് എയർപോർട്ട് വികസനമാണ്. എയർപോർട്ട് അദാനിക്ക് നൽകിയതാണോ വികസനം? അദാനിക്ക് എയർപോർട്ട് നൽകുന്നതിന് വേണ്ടി ഇടപെട്ട് പ്രവർത്തിച്ച പ്രമുഖരിൽ ഒരാൾ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ, അത് ശശി തരൂരാണ്. അദാനിക്ക് എയർപോർട്ട് നൽകണം, വിട്ടു നൽകണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ശശി തരൂർ. എയർപോർട്ടിനെ, വിമാനത്താവളത്തെ പൊതുമേഖലയിൽ തന്നെ നിലനിർത്താൻ ജീവനക്കാർ സമരം ചെയ്യുന്നു. അത്
സ്വകാര്യ മുതലാളിക്ക് നൽകരുത്, സ്വകാര്യ വ്യക്തികൾക്ക് കുത്തക കമ്പനിക്ക് നൽകരുത്, അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനം രൂപീകരിച്ച് ഏറ്റെടുക്കാം, സിയാൽ പോലെ ഒരു കമ്പനി രൂപീകരിക്കാം എന്ന് പ്രൊപ്പോസൽ മുന്നോട്ട് വെക്കുകയും കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും ഒക്കെ ചെയ്തതാണ് സംസ്ഥാന സർക്കാർ. അതിനെല്ലാം എതിർനിന്നത് ആരാണ്? ശശി തരൂരാണ്. അദാനിക്ക് കൊടുത്താൽ മാത്രമേ വിമാനത്താവളം വലിയ തോതിലുള്ള വികസനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് അന്ന് ശശി തരൂർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് എന്ത് വികസനമാണ് അദാനി അവിടെ കൊണ്ടുവന്നത് എന്നറിയില്ല. നൂറുകണക്കിന് ഏക്കർ സ്ഥലം കേരള സർക്കാർ ഏറ്റെടുത്ത് നൽകിയ നൂറുകണക്കിന് ഏക്കർ സ്ഥലം അദാനിക്ക് കൈമാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് എന്നറിയാം. അതിന് കൂട്ടുനിന്ന ആളാണ് ശശി തരൂർ. ആ ശശി തരൂരാണ് പറയുന്നത് എയർപോർട്ടിന്റെ വികസനം എൻ്റെ ഇടപെടൽ മൂലമാണ് ഉണ്ടായത് എന്ന്. മറ്റൊന്ന് കോവിഡ്-19 കാലത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണ്. എന്താണ് എന്ന് ജനങ്ങൾ തന്നെ പറയട്ടെ എന്നേ പറയാനുള്ളൂ. ഈ വിമർശനം LDF ഉയർത്തിയിരിക്കുന്ന ഈ വിമർശനത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടികളാണ് ഇത്. പിന്നീട് കേരളത്തിൽ കഴിഞ്ഞ 15 വർഷക്കാലം നടന്ന എല്ലാ വികസന പദ്ധതികളും അദ്ദേഹത്തിന്റെ വികസന രേഖയിൽ എൻ്റെ ഇടപെടലിലൂടെയാണ് ഇതൊക്കെ നടന്നത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹം. ഇതാണ് അദ്ദേഹത്തിന്റെ സംഭാവന. സ്വാഭാവികമായും തിരുവനന്തപുരം മണ്ഡലത്തിൽ അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്തേക്ക് വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടത്ര ആളുകൾ ഉണ്ടായിരുന്നില്ല, നേതാക്കൾ ഉണ്ടായിരുന്നില്ല എന്ന വിമർശനം ആ സമയത്ത് തന്നെ ഉയർന്നു വന്നതാണ്. അദ്ദേഹത്തെ മുകളിൽ നിന്ന് കെട്ടി ഇറക്കിയതിനോട് തിരുവനന്തപുരത്തെ BJP പ്രവർത്തകർക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിലം തൊടാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ് രാജീവ് ചന്ദ്രശേഖർ. സ്വാഭാവികമായും തുടക്കം മുതൽ LDF ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട്. LDF ഉയർത്തിയ വികസന ചർച്ചകളുണ്ട്. അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം 2 ശതകോടീശ്വരന്മാരായ സ്ഥാനാർത്ഥികൾക്ക് നടുവിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, എല്ലാവർക്കും ഏത് സമയത്തും പോയി കാണാനും സംസാരിക്കാനും കഴിയുന്ന മനുഷ്യൻ, എല്ലായ്പ്പോഴും തിരുവനന്തപുരത്തെ സാധാരണക്കാരോടൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യൻ, ഒരു വലിപ്പ ചെറുപ്പമില്ലാതെ ആർക്കും സമീപിക്കാൻ കഴിയുന്ന ഒരു നേതാവ്, അതാണ് പന്ന്യൻ രവീന്ദ്രൻ. മറ്റ് 2 സ്ഥാനാർത്ഥികളും ജയിച്ചു പോയാൽ ഒന്ന് സമീപിക്കാൻ, ഒരു പരാതി നൽകാൻ പോലും കഴിയാതെ അവർ എപ്പോഴും അപ്രാപ്യരായിരുന്നു എന്ന ചർച്ച തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ട്. അത് ശശി തരൂരിന് വലിയ തിരിച്ചടിയാകും. അങ്ങനെ തന്നെയുള്ള മറ്റൊരാൾ എന്തിന് ഇവിടെ ജയിക്കണം എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖരനും തിരിച്ചടിയാകും എന്ന കാര്യം സംശയമില്ല. ഇതിനിടയിൽ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിയ പന്ന്യൻ രവീന്ദ്രന് മെല്ലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിച്ചു വരുന്നുണ്ട് എന്നതാണ് തിരുവനന്തപുരത്ത് മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ.